Hi all, it's me Rincy from Tiju's Academy. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് OET റൈറ്റിംഗിലുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളെ പറ്റിയാണ്. OET റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഡേയിലെ 3rd മൊഡ്യൂളായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ടോട്ടലായിട്ട് എഴുതാൻ കിട്ടുന്ന ടൈം 45 minutes ആണ്. അതിൽ 5 minutes for reading and 40 minutes for writing. OET റൈറ്റിങ്ങിൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കേസ് നോട്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മളൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, പ്രസൻറ്റിംഗ് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, റീഡർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമായിരിക്കും ആ കേസ് നോട്ടിൽ കാണുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ലെറ്റർ എഴുതാനായിട്ടുള്ളത് 40 minutes ആണ്. ആ 40 minutesൽ നമ്മൾ 35 minutesനുള്ളിൽ ലെറ്റർ എഴുതി കഴിയുകയാണെങ്കിൽ നമുക്ക് 5 minutes പ്രൂഫ് റീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. പ്രൂഫ് റീഡിംഗ് സമയത്ത് നമുക്ക് കുറേ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ജെൻഡർ ചേഞ്ച്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പങ്ക്ച്വേഷൻ ഇറേഴ്സ് ആൻഡ് ഗ്രാമാറ്റിക്കൽ ഇറേഴ്സ്. ഇതെല്ലാം ആ 5 minutes ടൈമിലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. റൈറ്റിങ്ങിന് നമ്മൾ 180 to 200 words ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ കേസ് നോട്ടിൽ നിന്നും റെലവൻറ്റ്, ഇറെലവൻറ്റ് ആൻഡ് സെമി റെലവൻറ്റ് ഡേറ്റാസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. റെലവൻറ്റ് എന്ന് പറയുന്നത് റീഡർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സെമി റെലവൻറ്റ് എന്ന് പറയുന്നത് അറിഞ്ഞാലും കുഴപ്പമില്ല, എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. ഇറെലവൻറ്റ് എന്ന് പറയുന്നത് റീഡർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ അല്ല. ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 180 to 200 word കൗണ്ടിൽ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റൈറ്റിങ്ങിന് 3 type of letters ആണുള്ളത്. ഫസ്റ്റ് വൺ ഡിസ്ചാർജ്, സെക്കൻഡ് വൺ റെഫറൽ ആൻഡ് തേർഡ് വൺ ട്രാൻസ്ഫർ. ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ ഫ്രീ ആയിട്ട് ഒരു പ്രൈമറി കെയർ പ്രൊവൈഡറിൻ്റെ അടുത്തേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റെഫറൽ ലെറ്റർ. റെഫറൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കണം. ആ സമയത്ത് നമ്മളൊരു സെക്കൻഡറി കെയർ പ്രൊവൈഡറിൻ്റെ അടുത്തേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിന് റെഫറൽ ലെറ്റർ എന്ന് പറയും. തേർഡ് ലെറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ലെറ്ററാണ്. ട്രാൻസ്ഫർ ലെറ്ററിൽ നമ്മുടെ ഫെസിലിറ്റിയിൽ നമ്മൾ എന്ത് കെയർ ആണോ കൊടുത്തത് അതേ കെയർ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫെസിലിറ്റിയിലും കണ്ടിന്യൂ ചെയ്തു പോകണം. ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലെറ്ററിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ലെറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ്. താങ്ക് യു.